നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡിസിഷൻ എടുത്തിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ ഡിസിഷൻ എടുത്തത് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് നോക്കാം. ഇതൊരു ടൈംലെസ് മെസ്സേജ് ആയിരിക്കും. എപ്പോൾ കാണുന്നോ അപ്പോൾ റെസ്മീറ്റ് ആവും. ഓക്കെ, നിങ്ങളിപ്പോൾ എന്തൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് റൈറ്റ് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അതിലൊരു തടസ്സവും അതിൽ ഒരു ബ്ലോക്കേജ് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ പോയതിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇത് നഷ്ടപ്പെട്ടുല്ലോ എന്നുള്ളൊരു ചിന്തകൾ മാത്രമാണ്. നെഗറ്റിവിറ്റീസാണ് നിങ്ങൾക്ക് അവിടെ ഒരു ബ്ലോക്കേജ് ആയിട്ട് വരുന്നത്. പക്ഷേ അവിടെ നിന്ന് നിങ്ങളുടെ ഫോക്കസ് എടുത്തൊന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒന്ന് ചുറ്റിലും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് അവിടെ തന്നെയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു സൊല്യൂഷൻ എന്തായി കഴിഞ്ഞാലും നിങ്ങൾക്ക് അപ്പുറത്ത് അവൈലബിൾ ആണ്. ബട്ട് നിങ്ങളുടെ വളരെയധികം സ്ട്രോങ് ആയിട്ട് മുന്നോട്ടത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ ഓവർ തിങ്ക് ചെയ്ത് ഇരിക്കാണ്ട് എന്തൊരു കാര്യമാണോ അതിൽ ഉറച്ചൊരു തീരുമാനത്തോടെ കൂടെ മുന്നോട്ടത്തേക്ക് പോവുക. ആൻഡ് ഡെഫിനറ്റ്ലി അതിൽ നിന്നൊരു റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്. പിന്നെ മനസ്സിലാക്കുക, ചില കാര്യം നമ്മുടെ ലൈഫിൽ പോകുന്നത് അത് നമുക്ക് നല്ലതായിരിക്കില്ല. അതുകൊണ്ടാണ് ഡിവൈനായിട്ട് ഇത് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ശരിയാണ്, തുടക്കത്തിൽ നമുക്ക് വിഷമം ഉണ്ടാവും, നെഗറ്റിവിറ്റി ഉണ്ടായിരിക്കും. പക്ഷേ ഇതെന്തെങ്കിലും ഒരു നല്ല കാര്യത്തിനാണെന്ന് മനസ്സിലാവുമ്പോൾ ഇത് നമ്മുടെ ലൈഫിൽ നല്ലതല്ല, ഇത് നമ്മുടെ ലൈഫിൽ നമ്മുടെ ഒരു ഹയർ ഗ്രോത്തിന് അലൈൻഡ് ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ കുറച്ച് വിഷമം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു ലോങ് ടേമിൽ ഞാൻ പീസ്ഫുൾ ആയിരിക്കും, ഹാപ്പി ആയിരിക്കും അല്ലേ? അല്ലാണ്ട് ലോങ് ടേം നമ്മളെല്ലാവരും സങ്കടമാണോ ആഗ്രഹിക്കുന്നത്? ഒരിക്കലും അല്ല. സോ ഇപ്പോഴത്തെ ഒരു വിഷമം നിങ്ങൾക്ക് ഗോ ത്രൂ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾ അതിൽ നിന്ന് മാറി ആ ഒരു കോൺഫിഡൻറ്റ് എനർജി, ഞാൻ ഇതിൽ നിന്ന് കടന്നു ഒരു സ്റ്റേബിൾ പവർഫുൾ എനർജിയിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു പാതയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ആൻഡ് അത് എന്തൊരു രീതിക്കാണ്, അത് നിങ്ങളുടെ ഇമോഷണലി ഫുൾഫിൽ തരുന്നൊരു ഡ്രീം ആയിരിക്കാം, അത് എന്തൊരു കാര്യമായിരിക്കാം, അതിലേക്ക് നിങ്ങൾക്ക് എന്തായാലും എത്തിച്ചേരാൻ പറ്റും. സോ ധൈര്യമായിട്ട് മുന്നോട്ടത്തേക്ക് പോവുക. ഇതാണ് നിങ്ങൾക്കുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഗൈഡൻസ്. സോ എല്ലാവരും ഇത് മനസ്സിലാക്കുക. ഈ ഒരു ഗൈഡൻസ് എന്തായി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുക. ക്ലെയിം ചെയ്താൽ മാത്രം പോരാ, നമ്മൾ ആ ലൈഫിൽ നമ്മുടെ കയ്യിൽ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ നോക്കുക. സോ സ്റ്റാൻഡ് അപ്പ്, ഗോ ഫോർ ഇറ്റ്, ഡോണ്ട് ഗിവ് അപ്പ് ആൻഡ് കോൺഫിഡൻ്റ് ആയിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു വിശ്വാസം ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു ആ ഒരു ഓക്കെ, ഞാനും അടിപൊളിയാണ്, ഞാനും വേർത്തിയാണെന്നുള്ളൊരു പവർ, ആ ഒരു സ്റ്റേബിലിറ്റി, ആ ഒരു ഹാർട്ട് ഹീൽ ചെയ്തിട്ടുള്ള ആ ഒരു ബ്ലോക്സൊക്കെ റിമൂവ് ചെയ്ത് എനിക്കിതൊന്ന് എന്തായി കഴിഞ്ഞ് കഴിഞ്ഞാലും എൻ്റെ ലൈഫിൽ വേണ്ടത് എനിക്കുണ്ട്. നിങ്ങൾ ആ ഒരു കറണ്ട് സിറ്റുവേഷൻസിൽ നിന്നുള്ള ഒരു സിറ്റുവേഷൻസിൽ സ്റ്റക്കായി കിടക്കുക, ലൂപ്പായി കിടക്കുക, നെഗറ്റീവ് കാര്യങ്ങൾ തന്നെ ആലോചിച്ച് ലൂപ്പ് ചെയ്ത് പെട്ട് കിടക്കാണ്ട് വേക്കപ്പ് ഫ്രം ദാറ്റ്. വേക്കപ്പ്, അതിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, അപ്പുറത്തൊരു സൊല്യൂഷൻ ഉണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി ആ സൊല്യൂഷൻ ഡിവൈനായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിക്കും. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. സ്റ്റേ ബ്ലെസ്ഡ്. പേഴ്സണൽ സെഷൻസ് ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ എവരിവൺ, ബൈ.